ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ മുന്നേ ഉള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെൻ്റെ മോൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പയർ മുളപ്പിച്ചതാണ്. ഇതിന് നമുക്ക് തോരൻ വെച്ചാലോ? അങ്ങനെ ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ്, ഞാൻ സവാള ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് ഞാനതിനെ എടുത്തിരിക്കുന്നത്. സവാളയാണെങ്കിൽ കുറച്ചുകൂടി കൊള്ളാം. അപ്പം അരിയാൻ സവാളയാണല്ലോ എളുപ്പം എല്ലാവർക്കും. അങ്ങനെ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് ഉഴുന്നും വറ്റൽ മുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ചീലിൻചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേ കടുക് പൊട്ടിക്കണം. ഇതെൻ്റെ മോൻ സ്കൂളിലെ ഒരു ഇതിന് വേണ്ടിയിട്ട് പയർ മുളപ്പിച്ചതാണ്. അപ്പോൾ അത് വെറുതെ പാഴാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയറല്ലേ, ദോഷമുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, നല്ല രുചിയാണ് കേട്ടോ ആ തോരന്. അങ്ങനെ ഉഴുന്ന് പരിപ്പും ഇട്ട് വറ്റൽമുളകും ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഉഴുന്ന് കരിഞ്ഞു പോകരുത്, നല്ലതായിട്ട് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടണം. അതായത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നല്ല വൃത്തിയോളം കഴുകണം കേട്ടോ. പയറിൻ്റെ ഇതിൻ്റെ മൂടെടുക്കരുത്, അതിൻ്റെ അല്ലാതെ എടുക്കുക. മൂടെടുത്ത് അത് മണ്ണായിരിക്കും, മണ്ണ് എത്ര കഴുകിയാലും അത് മാറില്ല. എന്നിട്ട് നമ്മൾ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഞാൻ സവാള എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സമയത്ത് സവാള നോക്കിയപ്പോൾ സവാളയില്ല. പിന്നെ എന്തെയും ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പയർ എടുത്ത് പയറിൻ്റെ ഇല എടുത്ത് ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഇല മാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇതിൻ്റെ തണ്ട് കൂടെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇല മാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പം നിങ്ങളിത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇല മാത്രം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ നമ്മൾ അരപ്പ് ചേർക്കുന്നത് നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന അരപ്പുകൾ തന്നെയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാൻ അങ്ങനെ അരപ്പ് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണമെങ്കിൽ കുനുകുന തിരുവിയിട്ട് കൈവച്ച് ഞെടി ഇട്ടാലും മതി കേട്ടോ. അതിനായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഇതാ നോക്കൂ, പയർ അങ്ങനെ നമ്മൾ കളയാൻ വെച്ചിരുന്ന സാധനമല്ലേ അത്, അതിനൊരു ഉപകാരമായി. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കണ്ടോ, സൂപ്പർ തോരൻ തയ്യാർ. തിന്നു നോക്കണം കേട്ടോ, നല്ല സൂപ്പറാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണേ. സീ യു, ബൈ ബൈ. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം.